പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ഷഡ്കാല ഗോവിന്ദമാരാർ പുരസ്കാരം സമ്മാനിച്ചു. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതിയുടെ ഷഡ്കാല ഗോവിന്ദമാരാർ പുരസ്കാരം ഇരിഞ്ഞാലക്കുട നടന കൈശകിയുടെ സ്ഥാപക ഗുരു നിർമ്മല പണിക്കർക്ക് നടന കൈരളിയിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനിച്ചു. ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക കലാസമിതി പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് എസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് സിത്താര ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നൃത്ത സമർപ്പണം അവതരിപ്പിച്ചു. സമർപ്പിക്കുന്നു. നിർമ്മല ടീച്ചറും കപിലയും ഉൾപ്പെടുന്ന കുടുംബം, നേരത്തെ രവി കൂടി അവരോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര ആത്മാർത്ഥതയോടെയാണ് കലാസഭ നടത്തുന്നത് എന്ന് വളരെ വിസ്മയത്തോടെ തന്നെയാണ് ഞാൻ വീക്ഷിച്ചിരുന്നത്. ആത്മസമർപ്പണത്തോടെ യാതൊരുവിധ ലാഭചിന്തയുമില്ലാതെ കലയെ സേവിക്കുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി അവർ നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനം വളരെ ആരാധനയോടുകൂടി തന്നെയാണ് ഏത് കാലത്തും ഞാൻ കണ്ടിട്ടുള്ളത്. നിർമ്മല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മോഹിനിയാട്ടത്തിൻ്റെ കൈമോശം വന്ന കണ്ണികളെ തിരിച്ചു പിടിക്കാനുള്ള, എക്സ്കവേറ്റ് ചെയ്തെടുക്കാനുള്ള വലിയ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ ഒരു കാര്യമായി കരുതുകയാണ്. മോഹിനിയാട്ടം തീർച്ചയായും കേരളീയമായ ഒന്നാണ്. 100% കേരളീയമെന്ന് വിളിക്കാവുന്ന ഒരു കലാരൂപമാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ആ നിലയിൽ ആ കേരളീയ കലാരൂപത്തിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന അംശങ്ങളെ തിരിച്ചു പിടിച്ച് കൂട്ടി വിളക്കാനുള്ള ടീച്ചറുടെ ആത്മാർത്ഥമായ പരിശ്രമം, ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വേറിട്ട വ്യക്തിത്വത്തോടു കൂടി തന്നെ അവരെ ഈ കലാലോകത്ത് അടയാളപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് സവിനയം പറയാനുള്ളത്. LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ജീവിത സമരയാത്രയ്ക്ക് ഇരിഞ്ഞാലക്കുടയിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ കമലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മധ്യമേഖല ജാഥ ക്യാപ്റ്റൻ, സംസ്ഥാന ട്രഷറർ KV മുരളി, സംസ്ഥാന ഭാരവാഹികളായ TM കുഞ്ഞുമൊയ്തീൻ, VA വർഗീസ്, M മുർഷിദ്, ജില്ലാ ഭാരവാഹികളായ MC പോളച്ചൻ, VC ജോൺസൺ, KG ഉണ്ണികൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹഖ്, AC സുരേഷ്, VK മണി, K വേലായുധൻ, P സരള എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് രാജ്, വനിതാ ഫോറം ഉപജില്ലാ ട്രഷറർ സുശീൽ KV വേണ്ടി നടക്കുന്ന ജീവിത സമരയാത്ര, അതിൻ്റെ പോയിന്റുകൾ വളരെ കൃത്യമായി തന്നെ ടീച്ചർ പറയുകയാണ്. ഇതൊരു അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള സമരമാണെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ, ഞാനും ടീച്ചറൊക്കെ നല്ല പ്രായത്തിൽ നല്ല ഓജസ്സും തേജസ്സും സൗന്ദര്യമൊക്കെ ആയിട്ട് നടന്നവരാണ്. പക്ഷേ റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ സർക്കാർ പറയുന്നത് അവരുടെ ഔദാര്യമാണ്, ഞങ്ങൾ പറയുന്നത് അവകാശമാണ്. ഭരണഘടനാ പ്രകാരം നമുക്ക് അവകാശമാണ്. കാരണം നമുക്ക് നല്ല പ്രായത്തിൽ ഞങ്ങളുടെ മിടുക്കും മറ്റും കൊണ്ട് പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗത്തിൽ കയറി വന്നവർ, അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വാർദ്ധക്യകാലത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ മരുന്ന് വാങ്ങിക്കണം, അതുപോലെ മക്കൾക്ക് ആഹാരം കൊടുക്കണം, നമുക്ക് ജീവിക്കണം. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ, ചെറുമക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനു വേണ്ടി നമുക്ക് ജീവിക്കുവാനുള്ള പെൻഷൻ നൽകുന്നത് 294 മാസക്കാലത്ത്. സർക്കാർ ജീവനക്കാർക്ക് 286, നമുക്ക് 294 മാസക്കാലത്തെ
ആനുകൂല്യങ്ങൾ ഈ കള്ളന്മാർ, ഈ കൊള്ളക്കാർ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കൊള്ള സംഘം ഞങ്ങളിൽ നിന്നും കവർന്നെടുത്തിരിക്കും. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിന്റെ പ്രധാന കവാടത്തിനു മുൻപിൽ പുതിയതായി നിർമ്മിച്ച നടപ്പാത ബുധനാഴ്ച രാവിലെ 9:30 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട ICL ഫിൻകോർപ്പിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ അഞ്ജന, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ അഞ്ജു ആന്റണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. നമ്മുടെ സെൻറ് ജോസഫ്സ് കലാലയത്തിന് മുന്നിലുള്ള ഒരു നടപ്പാത നമുക്കറിയാവുന്നതുപോലെ ഷൺമുഖം കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം അത് വളരെ ഉപയോഗയോഗ്യമാക്കാനുള്ളൊരു പരിശ്രമത്തിലായിരുന്നു നമ്മൾ. അത് നമുക്കറിയാം, കാലവർഷമൊക്കെ വരുമ്പോൾ അത് വളരെയധികം അത് വൃത്തികേടാവുകയും അതല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാൻ കുട്ടികളുടെ പ്രവൃത്തി സമയങ്ങളിൽ ചിലപ്പോൾ കുട്ടികളെ പാരൻസൊക്കെ കൊണ്ടുവന്നാക്കുമ്പോൾ അത് ഇവിടേക്ക് കുട്ടികൾക്ക് നടന്നു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. കാരണം നടന്നു പോകാനും പറ്റില്ല. അങ്ങനെ അവസ്ഥയിലാണ് നമ്മളൊരു ന്യൂ പേയ്മെൻറ്റ്, ഒരു നടപ്പാത അവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. അതിന് സാധ്യമായ മേഖലകൾ നമ്മൾ പലതരത്തിലും നമ്മൾ നോക്കിയിരുന്നു. മറ്റ് ഒഫീഷ്യലായിട്ട് തലങ്ങളിലൂടെയും നടന്നു പോയിരുന്നു നമ്മൾ. പക്ഷേ അതൊന്നും അതിനൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ അങ്ങനെ ഒരു CSR ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമീപിച്ചു. അങ്ങനെ നമുക്ക് ICL ഫിൻകോർപ്പാണ് സെൻറ് ജോസഫ്സ് കലാലയത്തിന് വേണ്ടി അത് ചെയ്തു തരാൻ വേണ്ടി നല്ലൊരു നടപ്പാത നമുക്ക് വേണ്ടി ഒരുക്കി തരാനായിട്ട് സന്മനസ് കാണിച്ചത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അവരുടെ CSR ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് കലാലയത്തിന് വേണ്ടി ചെയ്തു തരുന്നത്. അറിയാവുന്നതുപോലെ അനിൽകുമാർ സാറിൻ്റെ വൈഫ് മിസ്സിസ് ഉമ അനിൽകുമാർ സെൻറ് ജോസഫിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബന്ധം കൂടി അഭേദ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മണിപ്പൂരി വിദ്യാർത്ഥിനികൾക്ക് അവരുടെ പഠന സഹായം, അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ വളരെ കലുഷിതമായൊരവസരത്തിലാണ് അന്ന് മണിപ്പൂരിൽ നിന്ന് കുട്ടികൾ ഇവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ അവസരത്തിൽ അവരെ പഠിപ്പിക്കാനുള്ള എല്ലാ സഹായവും അതിനുള്ള സാമ്പത്തിക സഹായം നൽകിയതും ICL ഫിൻകോർപ്പായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഡിസ്കസ് ത്രോയിൽ 1ാം സ്ഥാനം നേടി ഇരിങ്ങാലക്കുട സ്വദേശിനി ആതിര. ഇരിങ്ങാലക്കുട SN നഗർ കക്കാട്ട് ടെമ്പിൾ റോഡിൽ മുത്രത്തിപ്പറമ്പിൽ സുബ്രന്റെയും മിനിയുടെയും മകളാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനവും ഷോട്ട് പുട്ടിൽ 3ാം സ്ഥാനവും ആതിര നേടിയിട്ടുണ്ട്. ഡിസ്കസ് ത്രോയിൽ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ആതിര അർഹത നേടിയിട്ടുണ്ട്. മാർച്ച് 17 മുതൽ 21 വരെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് ദേശീയതല മത്സരം. ചാലക്കുടി ശാന്തി ഭവൻ സോഷ്യൽ സെന്റർ ഫോർ ഫിസിക്കലി ചലഞ്ച്ഡ് വുമണിലെ കമ്പ്യൂട്ടർ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിയാണ് ആതിര. ലഘു ഉദ്യോഗ് ഭാരതി ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെയും MSM EDFO തൃശൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംരംഭകത്വ വികസന പരിപാടി ഇരിങ്ങാലക്കുട ഭാരതീയ കലാക്ഷേത്ര ഹാളിൽ ഇരിങ്ങാലക്കുട IMIT ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഘു ഉദ്യോഗ് ഭാരതി സംസ്ഥാന സെക്രട്ടറി ബാബു അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വ്യവസായ സംഘ് താലൂക്ക് സെക്രട്ടറി സേതു മാധവൻ, സംസ്ഥാന ട്രഷറർ ON ജയൻ എന്നിവർ ആശംസകൾ നേർന്നു. കയർ ബോർഡ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ രാധാകൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ലിനോ, ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് സണ്ണി AP, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനെ കുറിച്ച് സുധാ റാണി, MSME വകുപ്പ് പ്രതിനിധി അരുണിമ മാർക്കോസ് എന്നിവർ ക്ലാസ് എടുത്തു. ലഘു ഉദ്യോഗ് ഭാരതി യൂണിറ്റ് പ്രസിഡന്റ് ബിനു സുരേഷ് സ്വാഗതവും സെക്രട്ടറി സുധീർ നന്ദിയും പറഞ്ഞു. ഏതാണ്ട് 11 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണ്. 11 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്നത്. അപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ഖാദിയൊക്കെ. പക്ഷെ ഖാദി വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനൊക്കെ കാരണം മോഡേണൈസേഷന്റെ ഒരു വലിയ അപര്യാപ്തതയാണ്. അവിടെയാണ് ലഘുദ്യോഗ് ഭാരതിയെ ഇത്തരത്തിലുള്ള ശില്പശാലകൾ നടത്താനും അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യാനും സംരംഭകർക്ക് പരിശീലനം നൽകാനും അവരെ ആധുനികവൽക്കരണത്തിന്റെ
വിവിധ തലങ്ങളിലെ എത്തിക്കാനൊക്കെ മുൻകൈയെടുത്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു. വലിയ ഒരു വികസനം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ആശ്രയിച്ചിരുന്ന കാലം മാറി. ഇന്ന് ഇന്ത്യ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാൻഗാർഡ് ഇരിങ്ങാലക്കുട ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ആദ്യ യൂണിറ്റ് കല്ലംകുന്നിൽ മാർച്ച് 12-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് കമ്പനി ചെയർമാൻ TS സജീവൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-ന് ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. സംഘാടക സമിതി കൺവീനർ ഖാദർ പട്ടേപ്പാടം, വാൻഗാർഡ് ഭരണസമിതി അംഗങ്ങളായ സുനിൽ മാലാന്ദ്ര, സുരേഷ് MC എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിലെ കർഷകരുടെ കൂട്ടായ്മയായ വാൻഗാർഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിൻ്റെ ആദ്യ യൂണിറ്റ് കല്ലംകുന്നിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടത്തിൽ ഇഡലി ദോശമാവ് ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ട് ഈ മാസം 12-ാം തീയതി വ്യാഴാഴ്ച 10 മണിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും AC മൊയ്തീൻ MLA, കേരള ബാങ്ക് ഡയറക്ടർ ആയിട്ടുള്ള ബാലാജി പാലിശ്ശേരി, സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം PR വർഗീസ് മാഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VA മനോജ് കുമാർ, തുടർന്ന് ഇഡലി ദോശമാവിൻ്റെ ഉദ്ഘാടനമാണ് ആദ്യത്തെ സംരംഭമായി ഞങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് അടുത്ത മാസങ്ങളിൽ കർഷകരുടെ കപ്പയും കായും ചേമ്പും മറ്റുൽപ്പന്നങ്ങളും ശേഖരിച്ചുകൊണ്ട് ചിപ്സും സ്ക്വാഷും തുടങ്ങിയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമായിട്ട് നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച കെട്ടിടത്തിൽ തന്നെ വിവിധ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള സ്ഥലമുണ്ട്. 5000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ ഒരു 4/1 ഭാഗം മാത്രമാണ് ഫസ്റ്റ് യൂണിറ്റിന് ചിലവ് ആവശ്യം വരുന്നുള്ളൂ. ബാക്കി പ്രദേശത്ത് പുതിയ യൂണിറ്റുകൾ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കാൻ കഴിയും. പടിയൂരിൽ വെച്ച് സൈക്കിൾ യാത്രക്കാരൻ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ കോടതി ശിക്ഷിച്ചിട്ടും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട വെസ്റ്റ് കോമ്പാറ പയ്യപ്പിള്ളി വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2014 മാർച്ച് 14-ന് വൈകിട്ട് 6:30-ഓടെയായിരുന്നു അപകടം. കോതകുളം സ്വദേശി സഞ്ചരിച്ചിരുന്ന സൈക്കിളിൽ ശ്രീജിത്ത് ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രക്കാരൻ പിന്നീട് മരണമടഞ്ഞു. ഈ കേസിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചെങ്കിലും ഇയാൾ ഒളിവിൽ പോയതിനെ തുടർന്ന് കോടതി ശിക്ഷാവിധി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ ശിക്ഷാവിധി വാറണ്ട് പ്രകാരമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂൾ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിന്റെ ദേശീയ അക്കാദമിക് ഔട്ട്റീച്ച് പദ്ധതിയുമായി സഹകരിക്കുന്നു. പദ്ധതിയിലൂടെ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് IIT മദ്രാസ് അക്കാദമിക് ഇക്കോസിസ്റ്റം നേരിട്ട് രൂപകൽപ്പന ചെയ്ത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പഠന മൊഡ്യൂളുകളിലൂടെ ഡാറ്റ സയൻസ്, എയ്റോസ്പേസ്, ഇലക്ട്രോണിക്സ്, ലോ, പ്രൊഡക്റ്റ് ഡിസൈൻ, മോളിക്കുലർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ആധുനിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാഥമിക പരിചയം നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നായ IIT മദ്രാസുമായിട്ട് പാർട്ട്ണർഷിപ്പ് വരികയാണ്. അപ്പോൾ IIT മദ്രാസിൽ അവർ ഡിസൈൻ ചെയ്തൊരു കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. IITയിലെ പ്രൊഫസേഴ്സും അതാത് സബ്ജക്റ്റിലെ എക്സ്പേർട്സും ലീഡ് ചെയ്യുന്ന 8 ആഴ്ചയുടെ ഒരു കോഴ്സ്. അത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അവർക്ക് കിട്ടുക. അതിന് IIT മദ്രാസിൻ്റെ ഇക്കോസിസ്റ്റത്തിൻ്റെ
സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടും. അപ്പോൾ IIT മദ്രാസുമായിട്ട് മുകുന്ദപുരം പബ്ലിക് സ്കൂള് സംയുക്തമായൊരു പ്രോജക്റ്റിൽ ഇറങ്ങുമ്പോൾ നമുക്കുള്ള മെച്ചം, ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജികളെ പറ്റിയിട്ടും എമർജിങ് സബ്ജക്ട്സിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതും അവർ കൊടുക്കുന്ന സബ്ജക്ട്സിൻ്റെ പ്രത്യേകത എയറോനോട്ടിക്സ്, ഞാൻ അതൊന്ന് പറയാം, ഡാറ്റ സയൻസ്, എയ്റോസ്പേസ്, ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി, ഇക്കണോമിക്സ്, ലോ, പ്രോഡക്റ്റ് ഡിസൈൻ, മോളിക്കുലർ എഞ്ചിനീയറിംഗ് തുടങ്ങി ഏറ്റവും എമേർജിങ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടും. അപ്പോൾ ഇപ്പം നമുക്കറിയാം ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. AI ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.